അടുത്തത് പുറപ്പാട് പുസ്തകം. നമ്മൾ ചില വചനഭാഗങ്ങളിലൂടെ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുകയാണ്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 4, 4-ാം അധ്യായം 10 മുതലുള്ള വചനം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 10, 11, 12. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സ് 10, 11 and 12. ശ്രദ്ധിച്ച് കേട്ടോണം. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ആ വചനം നേറ്റു പറഞ്ഞേ, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവം പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു സ്പീക്ക്. നിന്നെ സംസാരിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും. ആൻഡ് ഐ വിൽ ടീച്ച് യു വാട്ട് ടു സേ. നീ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. ഓരോ വ്യക്തിയും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യമായി സംസാരിക്കാൻ ശേഷിയുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല. പലപ്പോഴും നീ മറ്റുള്ളവരുടെ മുമ്പിൽ പരിങ്ങലിലായി പോകുന്നുണ്ടാവും. വല്ലാതെ അപകർഷതാബോധം നിന്റെ ഉള്ളിലുണ്ടാവും. വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നൊരു ചിന്ത നിന്റെ ഉള്ളിലുണ്ടാവും. കുടുംബത്തിലെ ദാരിദ്ര്യം നിന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും. നിന്റെ സ്വഭാവത്തിലെ ചില കുറവുകൾ നിന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ടാവും. നിന്റെ രൂപവും ഭാവവും നിന്നെ വല്ലാണ്ട് അപമാനത്തിലേക്ക് നയിക്കുന്നുണ്ടാവും. എന്തിനെൻ്റെ ജീവിതമെന്നൊരു പക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാവും. വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നീ സങ്കടപ്പെടുന്നുണ്ടാവും. നഷ്ടപ്പെട്ട കുറേ സ്വപ്നങ്ങളുടെ നടുവിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതാ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് അവരോട് എങ്ങനെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഒരു കാര്യത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ 2 വാക്ക് പറയണമെന്ന് ഇടവകയിലെ വികാരിയച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മയിൽ അംഗങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആകപ്പാടെ അസ്വസ്ഥമായി, അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ശീലമില്ലല്ലോ, ഞാൻ എങ്ങനെ പറയും? വിഷമിക്കേണ്ട. മോശയ്ക്ക് ധൈര്യം പകർന്ന കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. ഈ വചനം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ച് പലതവണ ആവർത്തിച്ച് ഈ വചനം സ്വീകരിച്ചാൽ ഈ വചനം നിങ്ങളിലും സംഭവിക്കും. അതേതാ വചനം? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം. ആകയാൽ നീ പുറപ്പെടുക. അതാണ് ഒന്നാമത്തെ കാര്യം. ആകയാൽ നീ പുറപ്പെടുക. എന്നിട്ട് എന്താ പറയണേ? സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ഒന്ന് ബൈബിൾ തുറന്ന് കണ്ടുപിടിച്ച് സാമുവേലിന്റെ 1-ാം പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. 17-ാം അധ്യായം 45 മുതൽ ഒരു വചനഭാഗം നമ്മൾ വായിക്കാം. അത് ദാവീദിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. 1 സാമുവേൽ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 17, 17-ാം അധ്യായം 45, 46, 47, 45-ാം വചനം തൊട്ട് വായിക്കും. ശ്രദ്ധയോടെ നിങ്ങൾ ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ ഒരുമിച്ച് വായിക്കുക, ഇല്ലാത്തവർ അത് കേൾക്കുക. കർത്താവ്, അതാ 45-ാം തിരുവചനം. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുള്ളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും.
നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്തരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പറഞ്ഞ വചനം 47-ാം തിരുവചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവ്, കർത്താവ്, കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഏതെങ്കിലും കേസുകെട്ടുകൾ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തെ ആരെങ്കിലും വേദനിപ്പിക്കുന്നു, ഭാരപ്പെടുത്തുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു. അപ്പം ഞങ്ങൾ ഇനി ആര് രക്ഷിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബത്തെ കണ്ണുനീരിൻ്റെ നടുവിൽ കർത്താവ് തന്ന ഒരു വചന സന്ദേശമാണിത്. ആ കുടുംബം പറഞ്ഞത്, കർത്താവ്, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞൊരു 30 വർഷമായി ഞങ്ങൾ വലിയൊരു പീഡയിലൂടെയാണ് കടന്നു പോകുന്നത്. 30 വർഷമായെന്ന്, 1-2 വർഷമല്ല, തലമുറയൊന്ന് മാറിത്തുടങ്ങി. അതായത് ഇവരുടെ വീട്ടിലേക്കുള്ള വഴി അത് ഞെരുക്കപ്പെട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരാളുണ്ട്. അയാൾക്ക് ഈ സ്ഥലം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹം. അപ്പം അതുകൊണ്ട് ഈ വീട്ടുകാരെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറപ്പിക്കാൻ വേണ്ടി അയാൾ പലതരത്തിൽ പരിശ്രമിക്കും. അതിൻ്റെ ഭാഗമാണ് വഴിയും കൊടുത്തിട്ടില്ല, വലിയൊരു ഞെരുക്കം. എന്ന് മാത്രമല്ല, ഇവരുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ വലിയ ഏക്കർ കണക്കിനുള്ള സ്ഥലമുള്ള ഈ വീട്ടിൻ്റെ മുതലാളി ഇവരുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ, പട്ടിയും പൂച്ചയും കോഴിയും എല്ലാം കൂടെ പറഞ്ഞു വിടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരും ശല്യം സഹിക്കാനാവാതെ ഇരിക്കുകയാണ്. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർക്കാണെങ്കിൽ മുതലാളിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടാണ്. അപ്പം അതുകൊണ്ട് ഇവർ പരാതിയുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ പരാതി കാര്യമായിട്ട് പരിഗണിച്ചില്ല അത്രേ. അപ്പോൾ ഇവർക്ക് പിന്നെ സങ്കടം. അപ്പോൾ ഇവരിത് എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ അവർ ഈ കുടുംബത്തിനെതിരെ ഇല്ലാത്ത കള്ളക്കേസൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇവരൊന്ന് പറപ്പിക്കാൻ വേണ്ടി നോക്കുവാണ്. ഈ വചനം അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഞെരുക്കപ്പെടുന്നുണ്ടെങ്കിൽ വചനം നമുക്ക് ശക്തമായ ഒരു സംരക്ഷണമാണ്. ഈ വചനം എന്താ പഠിപ്പിക്കണമെന്ന് ശ്രദ്ധിച്ചേ. വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, മറ്റുള്ളവർ ഞങ്ങളെ ഞെരുക്കുന്നു, ഞങ്ങളെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അയൽവാസികൾ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവർ ഞങ്ങളെ ഞെരുക്കുന്നു, എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പ്രമോഷൻ തടയപ്പെട്ടിരിക്കുന്നു, ഒരു ജോലി മേഖലയിൽ മെച്ചപ്പാട് കിട്ടുന്നില്ല, പലതരത്തിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്നു. 2 കരങ്ങൾ ഉയർത്തി വിശ്വസിക്കണം. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു വചനഭാഗം നമ്മൾ പഠിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 14. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള മറ്റൊരു വചനഭാഗമാണ്. ഈ വചനഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ പത്രോസിനെയാണ്. പത്രോസിനെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 29 മുതലുള്ള വചനഭാഗം നമ്മളൊന്ന് വായിക്കുകയാണ്. ശ്രദ്ധയോടെ നിങ്ങളത് കേൾക്കണം. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് മുങ്ങിത്താഴുന്ന ഏത് ഘട്ടത്തിൽ നീ തിരിച്ചറിയേണ്ടത്, നിന്നെ മുങ്ങിത്താഴാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ. പത്രോസ് എപ്പോഴാണ് മുങ്ങിത്താഴാൻ പോയത്? അവൻ നോക്കിയത് വെള്ളത്തിലേക്കാണ്. അവൻ നോക്കേണ്ടത് ആരുടെ മുഖത്തേക്കാ? യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ അവൻ മുങ്ങി താഴത്തില്ലായിരുന്നു.
അവൻ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളം കുത്തിയൊഴുകുന്നത് കണ്ട് ആ വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ഭാരം വർദ്ധിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള ഞെരുക്കങ്ങളുണ്ടാകും. ആ ഞെരുക്കത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ആ ഞെരുക്കം ഭാരപ്പെടുത്തും, നമ്മൾ മുങ്ങിത്താഴുന്ന പോലെ തോന്നും. എന്നാൽ ചെയ്യേണ്ട കാര്യം എന്താ? നിന്നെ ആ വെള്ളത്തിൽ ചവിട്ടി നടക്കാൻ ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ കൈ പിടിച്ചാൽ നിനക്കെന്നും സംരക്ഷണമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പത്രോസിനെ മനസ്സിൽ കാണണം. പത്രോസിനെ മനസ്സിൽ കാണണം. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ഞാനിപ്പം മുങ്ങിത്താഴുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതാ കർത്താവ് പറയുന്നു, നീ അസ്വസ്ഥപ്പെടേണ്ട, നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ മുങ്ങിത്താഴും, ഈ പ്രശ്നം, ഈ ഭാരം, ഈ അപമാനം, ഇതോടുകൂടെ ഞാൻ തീർന്നു, ഇതോടുകൂടെ ഞാൻ തീർന്നു. ആരുടെയെങ്കിലും തലയ്ക്കകത്ത് ആത്മഹത്യാ പ്രവണത, ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടവര്, ചതിക്കുഴിയിൽ പെട്ടവര്, തെറ്റായ ഒരു തീരുമാനത്തിലൂടെ വലിയൊരു അബദ്ധത്തിൽ പെട്ടവര്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ വിശ്വസിക്കുക, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഈ കുഴിക്കകത്ത് ഞാൻ പെട്ടിരിക്കുന്നു. പത്രോസ് കരമുയർത്തിയതുപോലെ കർത്താവെ ഞാനും കരമുയർത്തുന്നു. എൻ്റെ കൈ പിടിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് 3 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന വലിയൊരു തീരുമാനമാണ് നമ്മുടെ ശരീരത്തെ ഒരു ആരാധനയാക്കി മാറ്റാനുള്ള തീരുമാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള തീരുമാനം. നമുക്ക് ഈ ശരീരം തന്നത് ആരാണ്? ദൈവമാണ്. ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്. നമ്മൾ വിശ്വസിക്കണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ സർവശക്തനായ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്ന കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടങ്ങൾ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള വലിയൊരു തീരുമാനം. ഈ ശരീരം തന്ന ദൈവമാണ്, വിശ്വസിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. യെസ്, ഒരു ത്യാഗം എടുത്ത് അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് കണ്ണടച്ച് വിശ്വസിക്കണം, ഈ ശരീരം തന്ന ദൈവമാണ്. ദൈവമാണ് ഈ ശരീരം തന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം, ഈ ശരീരത്തിൽ ഇനിമേൽ സാത്താൻ അവകാശമില്ല. ഈ ശരീരം എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ്. 1 കൊരിന്തോസ് 6 അധ്യായം 19-20 തിരുവചനം. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഈ സമയത്ത് വിശ്വസിക്കണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ആ രോഗം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. നിന്റെ ശരീരത്തിൽ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഏതൊക്കെ രോഗങ്ങളുണ്ട്, ആ രോഗങ്ങൾ ഇതാ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു. മനസ്സിൽ അങ്ങനെ തന്നെ കാണണം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശിരസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ യേശുവിൻ്റെ ശിരസിനോട് ചേർത്ത് വെക്കട്ടെ. മുൾക്കിരീടം ധരിക്കപ്പെട്ട യേശുവിൻ്റെ ശിരസിനോട് നിന്റെ ശിരസിലെ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിലെ പ്രത്യേകിച്ച് ശിരസ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ ശിരസിനോട് ചേർത്ത് വെക്കുക. തലവേദന, മൈഗ്രെയിൻ രോഗപീഠകൾ, തലയ്ക്ക് ഭാരം, തലയ്ക്ക് ഭയങ്കര തരത്തിലുള്ള അസ്വസ്ഥത, ഓർമ്മക്കുറവ്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, ഏതെങ്കിലും വീഴ്ചയുടെ ഫലമായിട്ടൊക്കെ വന്നിട്ടുള്ള രോഗങ്ങൾ, തലമുടി കൊഴിച്ചൽ, അങ്ങനെ ഏത് രോഗങ്ങളും അത് യേശുവിൻ്റെ മുഖത്തോട് ചേർത്ത് വെക്കുക. നിന്റെ മുഖഭാവങ്ങൾ സമർപ്പിക്കുക.
നിന്റെ കണ്ണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കണ്ണിനോട് ചേർത്ത് വയ്ക്കുക. നിന്റെ മൂക്ക്, നാസാരന്ധ്രം, ചുണ്ട്, പല്ല്, നാവ് യേശുവിൻ്റെ മുഖത്തോട്, യേശുവിൻ്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, എൻ്റെ ശിരസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവി, കേൾവി സംബന്ധമായ രോഗങ്ങൾ, കഴുത്ത്, സ്വരസംബന്ധമായ രോഗങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, 2 കരങ്ങൾ, ഉയർത്തിപ്പിടിച്ച കരങ്ങൾ, യേശുവിൻ്റെ 2 കരങ്ങളും കുരിശോട് ചേർത്ത് ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, എൻ്റെ ഈ 2 കരങ്ങളും ആ കുരിശോട് ചേർത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുരിശോട് ചേർത്ത് എൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ വിലാപ്പുറത്തേക്ക് ചേർത്ത് വയ്ക്കുന്നു. നിന്റെ ഹൃദയ സംബന്ധമായ എല്ലാ അസ്വസ്ഥതയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുക. കിഡ്നി, ലിവർ ഫങ്ഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദഹനേന്ദ്രിയം, നിന്റെ ഉദരം യേശുവിൻ്റെ ഹൃദയത്തോട്, യേശുവിൻ്റെ ഉദരത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ്റെ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, നടക്കാനോ നിൽക്കാനോ പറ്റാത്ത വണ്ണമുള്ള വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നടുവ് വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻസ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യത്യസ്ത അലർജി രോഗങ്ങൾ, പീരിയഡ് സംബന്ധമായ സ്ത്രീജന്യ രോഗങ്ങൾ, നിന്റെ 2 കാല്, കാലിൻ്റെ മുട്ട്, മുട്ടിൻ്റെ വേദന, 2 കാൽപാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ ശരീരത്തെ നിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഒരു ആരാധനയായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, ജഡത്തിൻ്റെ മേൽ അധികാരമുള്ളവനെ ഇതാ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ ആത്മാവിനാൽ നിഹനിച്ചവനെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പാപബന്ധനം നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തങ്ങൾ, മദ്യപാനത്തിൻ്റെ അടിമത്തം, ലഹരിയുടെ അടിമത്തം, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയുടെ പ്രവർത്തന ശൈലികൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അടിമത്ത പീഡകളുണ്ടെങ്കിൽ, ജഡിക പാപങ്ങളുടെ കെട്ടുകൾ ഉണ്ടെങ്കിൽ, കർത്താവെ, ഈ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു. ജഡിക പാപങ്ങളുടെ പീഡകൾ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ ദുർഭൂതം ശരീരത്തെ പീഡിപ്പിക്കുന്നെങ്കിൽ ആ ശരീരത്തെ യേശുവിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ പരിശുദ്ധാത്മാവ് നിഹനിച്ച് നിനക്ക് ആത്മീയ ശക്തി നൽകാൻ ദൈവം ഉയർത്തുന്ന കാലഘട്ടം നീ വിശ്വസിക്കുക. ഞാൻ എടുക്കുന്ന നോമ്പും ഉപവാസവും എല്ലാം എന്റെ ആത്മീയ ബലം എനിക്ക് കിട്ടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചൊരിയും. നീ വിശ്വസിക്കുക. ഈ ശരീരത്തിന്റെ മേൽ, ഈ ശരീരത്തിന്റെ മേൽ വലിയൊരു അഭിഷേക അധികാരം കർത്താവ് ചൊരിയട്ടെ. നിന്റെ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, കണ്ണുനീരോടെ വിളിക്കുന്നു. ഈശോയെ, വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. The mighty power, the mighty power. എന്റെ ശരീരത്തെ ഞാൻ ഒരു ആരാധനയാക്കി മാറ്റുന്നു. വിശ്വസിക്കുന്നവര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം, ഒരു കാറ്റടിക്കുന്ന അഭിഷേകം, തീ കത്തുന്ന അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കുന്നു. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. The mighty power. Yes. കൈയടിച്ചേ, കൈയടിച്ചേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഈ ശരീരത്തെ ഒരു ആരാധനയാക്കി, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ചാടി തൊള്ളേ. യെസ്, the mighty power upon my body. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കട്ടെ. നീ വിശ്വസിക്കുക. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം ഒഴുകുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ വിശ്വസിക്കുക. എന്റെ ശരീരത്തിലേക്ക് അഭിഷേകം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വരാം. Power, anointing. Ruhaye mikataiwa, Ruhaye timawaiwa, Amen. Ruhaye venpravaiwa, Ruhaye nilmirawa. വിളിച്ചേ, സ്വരമുയർത്തി.
Oh Holy Spirit. ആമേൻ. ഓ ദൈവമേ, ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഓ ഭാവ എല്ലാ ദൈവജനവും കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ഈ ശരീരത്തിൽ ഒരു അഭിഷേകം പ്രാപിച്ചേ. ഓരോന്നേ നല്ല കൈയടി. അഭിഷേകം ഈ ശരീരത്തെ തോൽപ്പിക്കാനുള്ള കൃപ വേണം നമുക്ക്. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിക്കാനുള്ള കൃപ വേണം. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിക്കാൻ, ആത്മീയമായി ജ്വലിക്കാനുള്ള കൃപ കർത്താവിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അത് വെളിപ്പെടുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി. Mighty power സംഭവിക്കട്ടെ. Yes, mighty power. ആരാധന കർത്താവേ, കൈകൾ അടിച്ച് എല്ലാവരും. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പഠിക്കേ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ആമേൻ, ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകൾ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു വറ്റിയ ഹൃദയത്തിൽ ഒരു ജീവൻ നിറയുന്നു. ഒരു കുടിക്കുന്നലായി എന്നകതായി പുതുജീവൻ തരും ദൈവ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ഓ വിളിച്ചേ റൂഹ. യെസ്, കാറ്റടിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി. എന്റെ ഈശോ. Mighty power, the mighty anointing. ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നു. കെട്ടുകൾ അഴിയപ്പെടുന്നു. ദൈവശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ആരാധന, 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 ആരാധന. Mighty power, the mighty power. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി നിന്നിലേക്ക് വെളിപ്പെടുന്നു. അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കൈയടിച്ച് പഠിക്കേ, കൈയടിച്ചേ. പവർ, അനോയിന്റിംഗ് സംഭവിക്കട്ടെ. ആശ്വാസദായകനെ, ആമേൻ. ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ, ആത്മാവേ. യെസ്, ദ പവർ. ആത്മാവേ, ആശ്വാസദായകനെ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ, ആത്മാവേ. നിറഞ്ഞിടുക, എന്നിൽ കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. കൈകൾ ഉയർത്തി, നിറഞ്ഞിടുക, കൈകൾ അടിച്ച്, കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എന്നിൽ ഹൃദയത്തിൽ വന്നിടുക. സംഭവിക്കട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഈശോയെ. ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ വെളിപ്പെടട്ടെ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അനേകരിലേക്ക് വെളിപ്പെടുന്ന ശക്തി നിന്റെ കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയുന്നു. ഭാരപ്പെടേണ്ട കർത്താവ് നിന്നെ നയിക്കുന്നു. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ആത്മാവ് അനേകരെ ചേർത്ത് പിടിക്കുന്നു. അനേകരുടെ ഉള്ളിൽ അഭിഷേകം വെളിപ്പെടുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആരാധന, 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 ആരാധന.